90+ വനിതകൾക്കായി മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം ഇപ്പോൾ തന്നെ. അഴകിന്റെ കുരുന്നു ചന്തം ആവോളം പകർന്ന കുഞ്ഞു പാട്ടിന്റെ വർണ്ണ വിരുന്നിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. പാട്ടിന്റെ പൊന്നല വിരിയിച്ച കുഞ്ഞു പാട്ടിന്റെ സർഗവിരുന്നിൽ കണ്ണൂരിൽ നിന്നും നമ്മുടെ ഹനുവിന് കുട്ടിയെത്തുന്നു. വെൽക്കം ഹനുന ഓൺ സ്റ്റേജ്. മിനുമിനുങ്ങണ കണ്ണിൽ കുഞ്ഞു മിന്നാമിന്നികളാണോ, തുടി തുടിക്കണ നെഞ്ചിൽ നല്ല തൂവാൽ മൈനകളാണോ, ഏലമലക്കാവിൽ ഉത്സവമായോ നീലനില പെണ്ണേ, അമ്മാനമാടി വരൂ പൂങ്കാറ്റേ. അടിപൊളി, നന്നായിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും ഒരുപോലെ സുന്ദരികൾ. എനിക്ക് രണ്ട് സുന്ദരികൾ, ഒരുപോലത്തെ ഡ്രസ്, ഒരാളുടെ മൈക്കില്ല, ഒരാളുടെ ചെവിയിലും. ഏത് പാട്ടാ മോളെ? ആമുഖം കണ്ട നാൾ. നന്നായിട്ട് പാടൂ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആദ്യമായി പാടി ഞാൻ രാഗം പൂക്കും രാഗം പാടി ഞാൻ. അതാണ് കാരണം. പാടി ഞാൻ
അനുന ഓ ബ്യൂട്ടിഫുൾ സോങ്. ആര് സെലക്ട് ചെയ്തത്? ഉമ്മ സെലക്ട് ചെയ്താണ്. വെരി ഉമ്മക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. വലിയ കൈഡി. എന്തായാലും ഇത് എസ് ജാനകിയും സതീഷ് ബാബുവും കൂടെ ചേർന്ന് പാടിയ. സതീഷ് ബാബുവിനെ അറിയോ? അറിയാം, എങ്ങനെ അറിയാം? സിംഗറാണെന്ന രീതിയിൽ അറിയാം. അറിയാം. എൻ്റെ അടുത്ത സുഹൃത്താണ് സതീഷ് ബാബു. ഒരുപാട് നല്ല പാട്ടുകൾ ജാനകി അമ്മയുടെ കൂടെ പാടിയിട്ടുണ്ട്. എസ്പെഷ്യലി രഘുകുമാർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒരു പാട്ടുണ്ട്, അത് വളരെ ഫേമസ് ആണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷം. സതീഷ് ബാബുവിനും ഒരു വലിയ ഹായ്. പിന്നെ മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്, Thank you, നല്ല sir. രസമായിട്ട് പാടിയിട്ടുണ്ട്. Thank you. ഈ പുൽകും മേദിനി, അതായത് പോക്കുവയിൽ എന്ന് പറയുന്നില്ലേ, ആ ഒരു പോർഷൻ രണ്ടാമത്തെ പ്രാവശ്യം കുറച്ച് ശ്രുതി. അതേ സ്ഥലം തന്നെ ചരണത്തിൽ മുത്തൊളിച്ച സാഗരം, അവിടെയും കുറച്ച് ശ്രുതിയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതല്ലാതെ എനിക്ക് വേറൊന്നും ഇതിനകത്ത് തോന്നിയില്ല. ടോട്ടലി നോക്കുമ്പോൾ ഇറ്റ് വാസ് വെരി ഗുഡ്. Thank you, sir. സംഗതികളൊക്കെ മനോഹരമായിട്ട് പാടി. ഹമ്മിങ് സൂപ്പർ. Thank you. കാരണം അത് എന്താ പറയുന്ന, അങ്ങനെ എടുക്കാൻ വലിയ പ്രയാസമാണ്. പഠിച്ചവർക്ക് പോലും എടുക്കാൻ പ്രയാസം. ഒന്ന് പാടാവുന്നത്? ധും ദര ദര ധും ദര ദര രാ, ധും ദര ദര ധും ദര ദര രാ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. Thank you, sir. വെരി ഗുഡ്. ഓൾ Thank ദി you. ബെസ്റ്റ്. എന്തായാലും ഇത് ഒരു നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ള പാട്ട് തന്നെയാണ് മോളിൽ നിന്ന് എടുത്തത്. ഈ പാട്ട് ഇപ്പം എടുക്കാൻ പെർഫെക്റ്റ് ടൈമായിട്ട് തന്നെ തോന്നി. കാരണം മോള് പാടി 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 ഒരു നെക്സ്റ്റ് ലെവൽ ആ പാട്ട് മോൾക്ക് നന്നായിട്ട് ക്യാരി ചെയ്യാൻ പറ്റി. അതായത് എടുക്കണ്ടായിരുന്നു, അല്ല ഇത് ഇപ്പോൾ റെഡിയാണോ അല്ലയോ എന്ന് നമുക്ക് തോന്നില്ല. മോൾ അതിനെ ശരിക്കും ആ പാട്ടിനെ ആ കമ്പോസർ ഒറിജിനൽ പാട്ടിലൂടെ ഓഡിയൻസിന് കൊടുത്തിരിക്കുന്ന ആ ഫീല് മോളുടെ ഈ ഒരു റെൻഡിഷനിൽ ഇൻസ്പൈറ്റ് ഓഫ് ചെറിയ ചെറിയ സ്ലിപ്സ് ഉണ്ടായിട്ടുണ്ട്. അതുണ്ടെങ്കിൽ കൂടെ മോൾ ആ പാട്ട് ആളിലേക്ക് എത്തിച്ചു. അവിടെയാണ് മോളുടെ വിജയം ഇരിക്കുന്നത്. അത് അങ്കിളിന് വളരെ ഇഷ്ടപ്പെട്ടു. ആ ചെറിയ ചെറിയ സ്ലിപ്സ് എനിക്ക് തോന്നുന്നില്ല അത് അറിവില്ലായ്മ കൊണ്ടാണെന്ന്. ഒരു അറിയാതെ മിസ്റ്റേക്ക് വന്നു പോയതാണ് ഇല്ലേ? അത് കുഴപ്പമില്ല. ഇപ്പം എടുത്തു തുടങ്ങുമ്പോൾ അതൊക്കെ ഉണ്ടാവും. കുറച്ച് അതുമായിട്ട് നമ്മൾ കംഫർട്ടബിളായിട്ട് ആ പാട്ടുകൾ നമ്മളുടെ കയ്യിൽ ഇരിക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് ഇപ്പം എത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ സ്ലിപ്സ് തനിയെ അങ്ങ് കുറയും കേട്ടോ. സോ ഫാർ സോ ഗുഡ്. Thank you, sir. Thank you. ഹനൂന Oh, ഉഗ്രൻ സോങ് സെലക്ഷനാ. thank you, ma'am. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പാടി. പിന്നെ ഈ കോമ്പസിഷൻ കുറിച്ചാണ്. ഇത് ജയന്തശ്രീ രാഗത്തിലാണ് ഉള്ളത്. ഹിന്ദോളം പോലെ തന്നെയാണ്. അതാണത്. അപ്പോൾ കമ്പോസേഴ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇവരാണ് ഒരുപാട് പാട്ടുകൾ ഈ രാഗം കണ്ടുപിടിച്ചത്. അത് ത്യാഗരാജറാണ് ഇതിൻ്റെ ഫസ്റ്റ് കോമ്പോസിഷൻ ചെയ്തത് ഈ രാഗത്തിൽ. അപ്പോൾ അവരാണ് ഈ രാഗം സൃഷ്ടിച്ചത് നമ്മൾ പറയാം. പക്ഷെ അവരുടെ കോമ്പോസിഷൻ തന്നെ വളരെ പോപ്പുലർ കോമ്പോസിഷൻ. മരുക്കേലരാ ഓ രാഘവാ മരുക്കേലരാ ഓ രാഘവാ മരുക്കേലരാ ഓ രാഘവാ മരുക്കേല. എന്തൊരു ഇന്റലിജൻസാ. ബിക്കോസ് ഹിന്ദോളം സഗമദനി സനിധ മഗസ. പക്ഷെ ആദ്യം തന്നെ അവര് പറയുന്നു ഇത് കുറച്ച് ഹിന്ദോളമല്ല, ദമ പ മഗസ നിസഗമദ. അങ്ങനെ ആരോഹണം അവരോഹണം മുഴുവൻ അത് പാട്ടിൽ ഫസ്റ്റ് ലൈനിൽ വെച്ചിട്ടുണ്ട്. എപ്പോഴും എല്ലാ ക്ലാസിക്കൽ മ്യൂസിഷ്യൻസും പറയും ത്യാഗരാജ കോട്ട് ദ രാഗാന്ന്. കോട്ട് ദ രാഗാന്ന് വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് പിടിക്കും. പക്ഷെ ദീക്ഷിതർ ഹി ടോട്ട് ദ രാഗ. അവർ കോമ്പോസിഷൻ അങ്ങനെ പഠിച്ചോണ്ട് നമ്മൾ സ്ലോ ആയിട്ട് ഡിസ്കവർ ചെയ്യും ആ രാഗം. അതാണ് അവരുടെ പ്രത്യേകത. അപ്പോൾ ഇത് പറയുന്നത് പ്രൊഫസർ SR ജാനകിരാമൻ സാറാണ്. എപ്പോഴും ഡെമോൺസ്ട്രേഷൻ ഇങ്ങനെ പറയും. പക്ഷെ ഈ പാട്ടിൽ കുറച്ചുകൂടി എനിക്ക് തോന്നിയത് ഒരു സ്ലൈറ്റ് നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചുകൂടി ഫീൽ കൊണ്ടുവരാന്ന് തോന്നി. മോൾ വളരെ കറക്റ്റായിട്ടെല്ലാം പാടുന്നു. ഇപ്പൊ പാടി കേൾപ്പിച്ചപ്പോൾ രാഗം പാടിയല്ലേ, അതിൻ്റെ ഒരു ഫീലും ഉണ്ടായിരുന്നു. പക്ഷെ പാട്ടിൽ വരുമ്പം അത് വളരെ കുറച്ച് മ്യൂസിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ വാക്കുകളും ഫീലും കുറച്ചുകൂടി നമുക്ക് ഇമോട്ട് ചെയ്താൽ അത് വേറൊരു ലെവലിൽ എത്തിക്കാൻ എനിക്ക് തോന്നി. ഇനി അതിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. ഓൾ ദി ബെസ്റ്റ് മോള്. Thank you, ma'am. നന്നായിരുന്നു മോളെ, വളരെ നല്ല സെലക്ഷൻ. എനിക്കും Thank you, വളരെ sir. ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട് റിലീസ് ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേട്ടുകൊണ്ടിരുന്നിരുന്ന പാട്ടാണ്. മോള് വളരെ നന്നായിട്ട് തന്നെ പാടി. Thank you, sir. എനിക്കത് കേട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്
മധു ഇത് ഏത് പടത്തിലാണ്? ചൊല്ലിയാട്ടം. നല്ലൊരു പാട്ട്. ഇപ്പൊ മധു വളരെ ഈസി ആയിട്ട് പാടി, പക്ഷെ നിങ്ങൾക്ക് ഒന്നും വളരെ പെട്ടെന്ന് അങ്ങ് പാടാന്ന് വെച്ചിട്ട് പറ്റില്ല. ഭയങ്കര സംഗതികൾ. നന്നായിരുന്നു. പിന്നെ ഓർമ്മ വരുന്ന ഒരു പാട്ട് ഇതാണ്. ശിശിരകാല മേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളെ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞല നീർത്തിശയ്യകൾ ദേവതാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ ശിശിരകാല മേഘമിഥുന രതിപരാഗമോ അതോ ദേവരാഗമോ. ഇത് കേട്ടിട്ടില്ലേ? അപ്പോ നന്നായിട്ട് പാടി. മോള് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് കുറച്ച് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. വളരെ മനോഹരായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹനുവിനേക്ക് ഇന്ന് ഞാൻ തരുന്ന മാർക്ക് 9 out of 10. താങ്ക് യു സർ. ഹനൂന 9 out of 10. താങ്ക് യു സർ. ഹനുവിനെ കുട്ടി ഞാനും അനുമാമും ചേർന്ന് മോൾക്ക് തരുന്നു 9.5. താങ്ക് യു. So you got 27.5 out of 30. താങ്ക് യു സർ. Congratulations, you got a golden crown. താങ്ക് യു സർ. താങ്ക് യു. ആടി ഒരു ഉത്രാടപ്പൂക്കുറ്റി. Congratulations, you are awarded a golden crown. താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രേക്ഷകര് പാട്ടും പെർഫോമൻസും ജഡ്ജ്മെന്റും ഒക്കെ കേട്ടു. ഇനി പ്രേക്ഷകരുടെ സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. എല്ലാ കൂട്ടുകാരും ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമല്ലേ? പഠിക്കുമ്പോൾ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതല്ലേ നിങ്ങൾ നേരിടുന്ന മെയിൻ പ്രോബ്ലം? എന്നാൽ 90+ ആപ്ലിക്കേഷനിൽ എക്സാം ഓറിയന്റഡ് ആയി തയ്യാറാക്കിയിരിക്കുന്നു. ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എത്തും മുമ്പ് തന്നെ കൂട്ടുകാർക്ക് 90+ മാർക്ക് ഉറപ്പാക്കാൻ കഴിയും. കംപ്ലീറ്റ് സിലബസ് റിവൈസ് ചെയ്യാൻ ഓരോ ചാപ്റ്റേഴ്സും വീഡിയോസ് രൂപത്തിൽ ആനിമേറ്റഡ് വിഷ്വൽസ് ഉപയോഗിച്ചാണ് 90+ ഇറക്കിയിട്ടുള്ളത്. സോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. ബോർഡ് എക്സാമിന് സ്വന്തമാക്കൂ 90+ മാർക്ക്. പാട്ടിന്റെ പൂന്തന്നൽ ചിരി പകർന്ന കുഞ്ഞു പിടിക്ക് കൊല്ലത്തു നിന്നും നമ്മുടെ ദിയക്കുട്ടി എത്തുന്നു. വെൽക്കം ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. കുട്ടി ഇതെന്താണ് ഈ പച്ച ഇത് നീല ഇങ്ങനെ ലവോ? അവിടെ ഒരു പച്ച അവിടെ എന്താ ഇങ്ങനെ തള്ളി നിക്കുന്നേ? അത് ഉണ്ണിവയറ്. ഉണ്ണിവയറൊന്നുമില്ല. കാലത്ത് ഞങ്ങളൊരു എടുപ്പെടുത്തു. ഏത് പാട്ടാ പാടുന്നേ? അപ്പം തിന്നാൻ കണ്ടോ അവിടെ ഫുഡുമായിട്ട് കണക്ട് ചെയ്യാത്ത ഒരു ഐറ്റം എന്റെ കുഞ്ഞെടുക്കൂല. പക്ഷേ അങ്കിള് ബ്ലൂബെറി കേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഞാനല്ല ഇവിടെ ഇരുന്ന മാഡമാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് മോക്കിനി എന്താ വേണ്ടേ? കേക്കാണോ ബ്ലൂബെറി ആണോ? മോള് സുഖമായിട്ട് പോയി കിടന്നുറങ്ങ്. അങ്കിളിന്റെ വാക്ക് ഒരിക്കലും തെറ്റത്തില്ല. അങ്കിള് സത്യം പറഞ്ഞാൽ മറന്നു പോയതായിട്ട്. അല്ല ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ വേണമെങ്കിൽ എന്റെ വൈഫിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് വണ്ടിയിൽ ഡ്രൈവർ കൊണ്ടുതരും. വേണോ? ചേച്ചിക്ക് എന്തൊരു ഉത്സാഹം. ദിയക്കുട്ടി മോള് കേക്കിന്റെ മുമ്പിൽ ഒന്നും അല്ല. ഇതാ അപ്പുറത്തിരിക്കുന്ന ഒരു മാഡം ഉണ്ടല്ലോ, കേക്കിന്റെ ഹോൾസെയിൽ പിടിച്ചിരിക്കുന്ന ഒരു കക്ഷിയാണ്. ഷൂട്ടിങ്ങിനും പിന്നെ പാട്ട് പാടാനൊക്കെ പോകത്തില്ലേ മദ്രാസില്? അപ്പൊ പറയും ബേക്കറി നിറയെ ഇരിക്കാ സാറേ അന്ത വഴി പോകുന്നു കാർ. അറ്റ്ലീസ്റ്റ് പാക്കലാമേ. അങ്കിൾ ഐസ്ക്രീമും മേടിച്ചു തരാന്ന് പണ്ട് ഒരു ദിവസം പറഞ്ഞു. പിന്നെ ഒരു സാധനം ഐസ്ക്രീം ആണോ കേക്കാണോ? രണ്ടും പറ്റില്ല. ഒറ്റ എണ്ണം ബ്ലൂബെറി ഓർ ഐസ്ക്രീം? കേക്ക് ഓർ ഐസ്ക്രീം? ഐസ്ക്രീം കഴിഞ്ഞു. ഇവിടെ പാട്ട് തുടങ്ങി. മോക്കിത് കൂടുതലെന്നല്ലേ പറഞ്ഞേ? മോളിലാണെന്നല്ലേ പറഞ്ഞേ? കുറയ്ക്കണോ? അപ്പം
അപ്പം തിന്നാൻ തപ്പുകൊട്ട് താമര കയ്യാൽ തപ്പുകൊട്ട് മേളിലുള്ള പാടിക്ക്. കിങ്ങിണി കെട്ടിയ പിച്ചകം തുള്ളുമ്പോ ചെങ്ങില മുട്ടി തപ്പുകൊട്ട് ചൂളം വിളിക്കണം. ആഹാ സൂപ്പർ. ഈ പിച്ചോക്കെയാണോ? അപ്പൊ ഇത് തന്നെ. തപ്പും കൊട്ടി തരി വളയും പൊട്ടി തങ്ക കയ്യുകൾ നൊന്തുപോയാൽ. കിട്ടിയല്ലോ. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കേ അല്ലേ? റെഡി? ഇനി സംശയമൊന്നുമില്ലല്ലോ. ചൂടോടുകൂടി അങ്ങ് എടുത്തു. 1 2 3 2 2 3. അപ്പം തിന്നാൻ തപ്പുകൊട്ട് താമര കയ്യാൽ തപ്പുകൊട്ട്. അപ്പം തിന്നാൻ തപ്പുകൊട്ട് താമര കയ്യാൽ തപ്പുകൊട്ട്. പൂവിലെ വണ്ടിനാൽ തപ്പിനു തമ്പൂരു പുന്നാരം പാടി തപ്പുകൊട്ട്. വണ്ടിനാൽ തപ്പിനു തമ്പൂരു പുന്നാരം പാടി തപ്പുകൊട്ട്. പുന്നാരം പാടി തപ്പുകൊട്ട്. അപ്പം തിന്നാൻ തപ്പുകൊട്ട് താമര കയ്യാൽ തപ്പുകൊട്ട്. കിങ്ങിണി കെട്ടിയ പിച്ചകം തുള്ളുമ്പോ തേങ്ങയില മുട്ടി തപ്പുകൊട്ട്. ചെല്ലക്കിനാവിൻ ചിറകടി പോലെ അപ്പം തിന്നാൻ തപ്പുകൊട്ട്. അപ്പം തിന്നാൻ തപ്പുകൊട്ട്. താമര കയ്യാൽ തപ്പുകൊട്ട്. കല്ലുവള രണ്ടും കൊഞ്ചിക്കീലും ഞാൻ തപ്പുകൊട്ട്. കയ്യിൽ കിടക്കണ കല്ലുവള രണ്ടും കൊഞ്ചിക്കീലും ഞാൻ തപ്പുകൊട്ട്. ചെല്ലക്കിടാവിൻ ചിറകടി പോലെ മെല്ലെ മെല്ലെ തപ്പുകൊട്ട്. അപ്പം തിന്നാൻ തപ്പുകൊട്ട് താമര കയ്യാൽ തപ്പുകൊട്ട്. തപ്പും കൊട്ടി തരി വളയും പൊട്ടി തങ്ക കയ്യുകൾ നൊന്തുപോയാൽ. കയ്യിൽ നിറച്ചും കുഞ്ഞിനു കേട്ടും കാഹോലപ്പം നെയ്യപ്പം. കയ്യിൽ നിറച്ചും കുഞ്ഞിനു കേട്ടും കാഹോലപ്പം നെയ്യപ്പം. അപ്പം തിന്നാൻ തപ്പുകൊട്ട് താമര കയ്യാൽ തപ്പുകൊട്ട്. എന്തോ ഇങ്ങനെ സംശയിച്ചിരിക്കുന്ന MG സാറ് മീനാക്ഷി ചേച്ചി. അല്ല എനിക്കൊരു സംശയം വേറൊന്നുമല്ല. ഈ അക്ഷരങ്ങളൊക്കെ എന്താ മറന്നുപോയത്? എനിക്കും സംശയമുണ്ട്. അതാ ഞാനും എൻ്റെ ഒരുപാട് സംശയം. അതാ അപ്പം തിന്നാൻ തപ്പ് കൂട്ടുന്ന എന്തിനാ? അങ്ങ് വാങ്ങിച്ചു കഴിച്ചാ പോരെയോ? അയ്യോ കുഞ്ഞാവയ്ക്ക് വാങ്ങിക്കാൻ പറ്റൂലല്ലോ. കുഞ്ഞാവേനെ കളിപ്പിച്ച് ആഹാരം കൊടുക്കുന്നതല്ലേ. എന്നാലും ഈ തപ്പ് കൂട്ടുന്ന എന്തിനാ? തപ്പ് പൊട്ടുന്നത് കുഞ്ഞാവേനെ കളിപ്പിക്കാൻ. താമര കയ്യാൽ എന്തിനാ തപ്പ് കൂട്ടുന്നത്? എന്ന് വെച്ചാ കുഞ്ഞാവയുടെ കൈ നല്ല സോഫ്റ്റ് അല്ലേ ആ. skin? അത് തന്നെ. അയ്യോ പിന്നെ പുന്നാരം പാടിയിട്ട് എന്തിനാ തപ്പ് കൂട്ടുന്നത്? അമ്മ പാടി കൊടുക്കുമ്പോ അത് തപ്പ് പൊട്ടണം. എത്ര തപ്പ് കൊട്ടി ഈ പാട്ടിനകത്തോട്?
എത്ര തപ്പ് കിട്ടിയെന്നോ? ആ രചനയിൽ എഴുതിയിരിക്കുന്നതിൽ മോള് റിപ്പീറ്റേഷൻ പാടി അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കൂടും. ഞാൻ ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ 14, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 10. മോൾ എത്ര പറയുന്നു? 10, 14, 16 എത്ര? 10. 10. ഇവിടെ എത്ര പറയുന്നു? 14. 14 ദീപ് പറഞ്ഞു. അവിടെ അറ്റത്ത് ഞാൻ 10. 12 തോന്നുന്നു. 12 പറഞ്ഞു. എന്നാൽ ഞാൻ വായിക്കാൻ പോവാണ്. അപ്പം തിന്നാൻ തപ്പുകൊട്ട് 1, താമരക്കയിൽ തപ്പുകൊട്ട്, പുന്നാരം പാടി തപ്പുകൊട്ട്, പുന്നാരം പാടി തപ്പുകൊട്ട്, അപ്പം തിന്നാൻ തപ്പുകൊട്ട്, ചേങ്ങല മുട്ടി തപ്പുകൊട്ട്, താളം പിടിക്കാൻ തപ്പുകൊട്ട്, അപ്പം തിന്നാൻ തപ്പുകൊട്ട്, താമര കയ്യാൽ തപ്പുകൊട്ട്. അതാണ് ഞാൻ കേട്ടത്. തുണ്ടുപല്ലവി ഉണ്ടോ? എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ 12 ഉണ്ട്. ഇപ്പൊ 9 ആയി. അല്ല 16 അത് കൊഞ്ചി കിലുങ്ങാൻ തപ്പുകൊട്ട് 10. 10, മേലെ മേലെ തപ്പുകൊട്ട് 11, അപ്പം തിന്നാൻ തപ്പുകൊട്ട് 12, കതിരോലപ്പം നെയ്യപ്പം, അപ്പം തിന്നാൻ തപ്പുകൊട്ട് 13, താമര കയ്യാൽ തപ്പുകൊട്ട് 14. ദീപങ്കർ ജയിച്ചു. അപ്പൊ ദിയകുട്ടി എന്തോ നന്നായിട്ട് പാടി, വലിയ കുഴപ്പമില്ല. പക്ഷെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. സീരിയസ് ആയിട്ട് മുമ്പോട്ട് പോവാണ്. ദിയയുടെ അമ്മയുടെയും അച്ഛന്റെയും അടുത്ത് പറയുകയാണ്, കളി മാറ്റി നിർത്തിയിട്ട് പാട്ടിലോട്ട് കയറണം. കളിയും വേണം, രണ്ടും വേണം. ഓക്കെ, അപ്പൊ അടുത്ത തവണ വരുമ്പം നല്ല അസലായിട്ട് പഠിച്ചിട്ട് വന്ന് പാടും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മോൾ ഇന്ന് പാടിയതില് അങ്കിളിന് ഇഷ്ടപ്പെട്ടു. മോളുടെ കള്ളത്തൊണ്ടൊന്നും ഇല്ലാതെ ശരിക്കുള്ള ശബ്ദത്തിൽ തന്നെ പാടി. പിന്നെ വേറൊരു കാര്യം ഇപ്പം മോളുടെ അടുത്ത് ഇനി പറഞ്ഞുതരാം. മോള് ഫസ്റ്റ് റിഹേഴ്സലിന്റെ സമയത്ത് മോൾക്ക് പിച്ച് വന്നിട്ട് മോളൊപ്പം പാട്ട് നിർത്തിയിട്ട് പറഞ്ഞു ഹൈറ്റ് കൂടുതലാ എന്ന് പറഞ്ഞു. ശരിയല്ലേ? അതെന്താ മോൾ ഉദ്ദേശിച്ചത്? അത് മോൾ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞുതരാം. വളരെ ഹൈ പിച്ചാ മോൾക്ക് അവിടെ വരെ പോകുന്നില്ല. അതാണ് മോള് ഹൈറ്റ് കൂടുതലാന്ന് പറഞ്ഞത്. എന്നാ ശരി, കുറയ്ക്കാമെന്ന് പറഞ്ഞു. പാടി നോക്കി, അന്നേരം ഹൈ പിച്ച് അല്ല. അപ്പൊ മോള് കുറയ്ക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ശരി കുറച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പാടി നോക്കിയപ്പം ഒറിജിനൽ പിച്ചിൽ തന്നെ മോള് പാടി. അപ്പൊ മോൾക്ക് ആ സ്ഥലം കംഫർട്ടബിൾ ആണ്. അപ്പൊ മോൾക്കല്ല ഈ കുഞ്ഞു വായിൽ കൂടി വലിയ വർത്തമാനം വരുന്ന കേൾക്കാൻ രസമുണ്ട്. അതാണ്. അപ്പൊ മോൾക്ക് ഹൈ പിച്ച് പാടാൻ പറ്റും. മോൾക്ക് പേടിച്ചിട്ടാണ് പാടാൻ പറ്റാത്തത്. ആ പാട്ട് പേടിച്ചിട്ടാണ് മോള് നിർത്തിയത്. ഒരു പ്രശ്നവുമില്ലാതെ അതേ പിച്ചിൽ തന്നെയാണ് മോള് പാടിയത്. വല്ലതും അറിഞ്ഞോ? മോളുടെ അടുത്ത് പിച്ച് കുറച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും നമ്മൾ അതേ പിച്ചിൽ തന്നെ മോളെ കൊണ്ട് പാടിച്ചു. ഇപ്പൊ കുറച്ചു, ഇപ്പൊ ഓക്കെ ആണോന്ന് വെച്ചാൽ മോള് പറഞ്ഞു ഇപ്പൊ ഓക്കെ, കുഴപ്പമില്ല, ഇനി പാടാന്ന് പറഞ്ഞു. കുറച്ചല്ലോ. അപ്പം മോളുടെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ മോൾക്ക് എപ്പോഴും പേടി, എനിക്ക് പറ്റുമോ അങ്ങനെയുള്ള പേടിയുണ്ട്. ആ പേടി ഒന്നും പാടില്ല. ലിറിക്സ് ഒക്കെ ബൈഹാർട്ട് പഠിക്കണം. ഇപ്പം മറ്റേ കുട്ടികളെല്ലാം ബൈഹാർട്ട് പഠിക്കുന്ന പോലെ തന്നെ മോളും പഠിക്കണം. 1-2 ലിറിക്സ് അവിടെ ഇവിടെയൊക്കെ മറന്നു പോയാലൊക്കെ കുഴപ്പമില്ല, ഞങ്ങൾ ആരെങ്കിലും ഒരാൾ മോളുടെ കൂടെ പാടിത്തരും. പക്ഷെ ഫുള്ളായിട്ട് മറന്നു പോയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും, കേട്ടോ? നന്നായിട്ട് മോള് പഠിച്ച് റിഹേഴ്സലൊക്കെ ചെയ്യുമ്പം അങ്കിൾമാർ പറയുന്നതെല്ലാം കേട്ട് പ്രാക്ടീസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ട് വരണം. ഓക്കെ, ഈ പാടിയത് കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ കുറച്ചും കൂടി ഇനിയും ശരിയാവാൻ ഉണ്ട്. കുറച്ചുകൂടി. ശരി, ഓൾ ദി ബെസ്റ്റ്. എനിക്കിപ്പോ അപ്പം വേണം. അപ്പവും ചമ്മന്തിയോ? അപ്പം ചമ്മന്തി. അപ്പം ഇല്ല, നെയ്യപ്പം വേണം എനിക്ക്. അയ്യോ, എന്ത് ചെയ്യാം? ചായയുടെ കൂടെ അതില്ലെങ്കിൽ ഈ 2 സൈഡില് നെയ്യപ്പം പോലെ ഉണ്ടല്ലോ, അത് ഉണ്ണിയപ്പം. അപ്പൊ അത് കഴിക്കാം. എന്ത് പറയുന്നു? രണ്ടുപേരും എന്നെ കടിക്കാൻ വരല്ലേ? ദിയ പാവാണോ? ദിയ, ഇവര് പറഞ്ഞതെല്ലാം മനസ്സിലായോ? അപ്പൊ ഇനി എന്ത് ചെയ്യണം പറ. ഇനി പേടി മാറ്റണം. പിന്നെ ശ്രദ്ധ വേണം. പിന്നെ വാക്കുകളൊക്കെ മറന്നു പോവാതിരിക്കണം. അപ്പൊ ഇനി കേട്ട് തന്നെ ഓരോ സെക്ഷനായിട്ട് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ കാണാപാഠം പഠിക്കണം തീർച്ചയായിട്ടും. അപ്പൊ അത് ചെയ്തേ ഇനി കോമ്പറ്റീഷനിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് പാടാൻ പറ്റും, അല്ലേ? ഇവിടെ വന്നിട്ട് വളരെ സിൻസിയർ ആയിട്ട് ഫോക്കസ് ചെയ്ത് പാടണം, മനസ്സിലായല്ലേ? അതെ, ഇതൊന്നും ഓർമ്മ ഇരുന്ന. വേറൊന്നും എനിക്ക് പറയാനില്ല. ദിയ വളരെ ക്യൂട്ടാണ്. പക്ഷെ ആ ക്യൂട്ട്നെസ് മാത്രം പോരാ, നമുക്ക് ഫുൾ പാട്ട് പാടണ്ടേ? അപ്പൊ ഇനി പ്രോമിസ് ആണോ? ഡീലാണോ? ഹൈ-ഫൈ ഡീലാണോ? ഹൈ-10 ഡീലാണോ? ഇനിയിപ്പോ മധുമകൾ ഇതൊക്കെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഡീല് മാത്രം ചെയ്താൽ മതി. അതെ, ഓക്കെ. വേറെ പറയുന്നേ. ടോപ്പ് സിംഗറിൽ വന്ന് പാട്ട് പഠിച്ചില്ലെങ്കിലും ഇംഗ്ലീഷ് പഠിക്കും. ഫോക്കസ് നോക്കാണോ?
കൺഫർഗറ്റബിൾ എന്നൊക്കെ പറയാം. ഏതിന്റെ ഫോക്കസാ നോക്കുന്നേ ഇപ്പൊ? അപ്പൊ മധുവിനെ എല്ലാ ജഡ്ജസിനെയും കൂടി ആണോ? ഫോക്കസ് എടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ ഫോക്കസ് ആണ് ചെയ്യുന്നത്. ശരിക്കും പാട്ടൊക്കെ പഠിച്ചിട്ട് വരണം കേട്ടോ. അമ്പാടി തന്നിലൊരു ഉണ്ണി എന്നുള്ള പാട്ട് ദീയാണോ പാടിയത്? ഞാൻ തന്നെ. അപ്പൊ ആ പാട്ട് ഇനിയിപ്പൊ മധുവങ്ങൾ പാടിത്തരാം ആ. കേട്ടോ. അമ്പാടി തന്നിലൂരുണ്ണി അഞ്ജന കണ്ണനാമുണ്ണി ഉണ്ണിക്കു നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്കു മുടിയിൽ പീലിപ്പൂ അമ്പാടി തന്നിലൂരുണ്ണി അഞ്ജന കണ്ണനാമുണ്ണി ഉണ്ണിക്കു നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്കു മുടിയിൽ പീലിപ്പൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ദിയ കുട്ടിക്ക് ഇന്നത്തെ മാർക്ക് 6.75. താങ്ക് യു. ഞാനും MJ സെയിം മാർക്ക് ആട്ടത് 6.75. താങ്ക് യു. ഞാനും ശ്രീകുട്ടങ്ങളുടെയും ദീപങ്ങളുടെയും പോലെ തന്നെ ഞാനും അനുമാമും കൂടി മാർക്ക് ഇട്ടിരിക്കുന്നത് 6.75. You got 20.25 out of 30. താങ്ക് യു. മോൾക്ക് ഇന്ന് കിട്ടുന്നത് 8 double wow. താങ്ക് യു. Which book do you want? ഫോക്കസ് പൂക്കുത്തി. Right. ഫോക്കസ്. അടിയൊരു ഫോക്കസ് പൂക്കുറ്റി. Congratulations, you are awarded a double wow. 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 അപ്പൊ നമ്മുടെ പ്രേക്ഷകര് പാട്ടും പെർഫോമൻസും ജഡ്ജ്മെന്റും ഒക്കെ കേട്ടു. ഇനി പ്രേക്ഷകരുടെ സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. പാട്ടിന്റെ വിരുന്നൊരുക്കാൻ കുട്ടിപ്പാട്ടുകൂട്ടിൽ നിന്നും പാലക്കാട്ടുകാരി വെൽക്കം വന്ദിത കുട്ടി. ഓ എന്നതാടി ഇങ്ങനെ തുമ്മുന്നേ? വല്ല കൊറോണയും വരും. ഈ സാനിറ്റൈസർ അങ്ങോട്ട് തേച്ചേ. ഓ നശിപ്പിച്ച്. ഇനി അങ്ങോട്ട് ഏറിയാ ഞാൻ തട്ടിപ്പോവും. ഒരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ നിൽക്കാം. എപ്പോഴേലും സാനിറ്റൈസർ തീരുമല്ലോ, അപ്പകത്ത് കയറാം. എന്റെ അമ്മ, എനിക്ക് കൊറോണ ഒന്നും വരത്തില്ല. ഇന്നലെയും കൂടി ഞാൻ ടെസ്റ്റ് ചെയ്തതല്ലേ, എനിക്ക് നെഗറ്റീവാ. അല്ലെങ്കിൽ പിന്നെ ഏത് ടെസ്റ്റിലാ നീ പാസ്സായിട്ടുള്ളത്? പഠിക്കാൻ വിട്ടപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഈ അമ്മ എന്തൊക്കെ മണ്ടത്തരായി പറയുന്നേ? ദേ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു. ഹലോ ഹലോ, ആ സൈറ്റിലെത്തിയാ? എത്തി സാർ, പക്ഷെ വർക്ക് തുടങ്ങാൻ ഇത്തിരി താമസിക്കും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് മിസ്റ്റർ? ടാർഗറ്റ് അച്ചീവ് ചെയ്യണ്ടേ? എന്റെ സാറേ, ഇങ്ങനെ പ്രഷർ തരല്ലേ. ഇത് കേരളമാണ്, ഇവിടെ പെട്ടെന്ന് പണി നടക്കൂല. എന്നോടൊന്നും പറയണ്ട, ഞാൻ ഹെഡ് ഓഫീസിലേക്ക് കണക്ട് ചെയ്യാം. താൻ തന്നെ അങ്ങ് നേരിട്ട് പറഞ്ഞോ. മേഡം മേഡം മേഡം, ഹലോ ഹലോ ഹലോ. അതുകൊണ്ട് മോളെ സുഖമില്ലെങ്കിൽ നീ ഇന്ന് ആശുപത്രി പോണ്ട. സുഖം ഇല്ലല്ലോ ആശുപത്രി പോണ്ടത്. അമ്മ, ഞാനൊരു നേഴ്സല്ലേ. ഞാൻ ഇങ്ങനെ പേടിച്ചെന്നാ എനിക്ക് ഒരാൾക്കല്ലേ രക്ഷപ്പെടാൻ പറ്റൂ. അതേസമയം ഞാൻ ധൈര്യത്തോടെ ചെന്നാലോ എത്ര പേരെ എനിക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് അറിയാവോ? എടാ നിപ്പളിയാ, നീ എന്താടി ഇവിടെ? നീയൊക്കെ വന്നപ്പോ ഞങ്ങളുടെ ജോലി പോയില്ലേ? അളിയാ, നിങ്ങളുടെ കമ്പനിയിൽ പുതിയ ആൾക്കാരെടുക്കുന്നുണ്ടോ? ഓ, ഇവിടെ ഇല്ലടാ. ഗൾഫിലെ കമ്പനിയിൽ ചിലപ്പോ വേക്കൻസി കാണും. മലയാളി ഗൾഫിൽ പോയി രക്ഷപ്പെട്ട പോലെയാണ് ഞങ്ങളുടെ കാര്യം. ഗൾഫിലെ വർക്ക് നടക്കുന്നുള്ളൂ, കേരളത്തിൽ ഉദ്ദേശിച്ച പോലെ ഒന്നും നടക്കണില്ല. അല്ല, നീ എന്താ ഇവിടെ കിടന്ന് ഇറങ്ങുന്ന? എടാ, എനിക്ക് നീ ഈ വീട്ടിൽ കയറാനാ ഡ്യൂട്ടി. ചില ചാൻസ് ഉണ്ടെങ്കിലും അവരെന്നെ അടുപ്പിക്കുന്നില്ല. ചാൻസാ? എന്ത് ചാൻസ്?
പറച്ചിലും മൂക്കു പിഴിച്ചിലും ജലദോഷം. ചേട്ടന് വരുന്നൊക്കെ ഞാനും കണ്ടു. 1 2 3 4 പറച്ചിലും മൂക്കു പിഴിച്ചിലും ജലദോഷം. ഒരിക്കലൊരു ഉമ്മയും തരൂല. പറച്ചിലും മൂക്കു പിഴിച്ചിലും ജലദോഷം. വാക്സിൻ വന്നേ, വാക്സിൻ വന്നേ. അതാരാ? പഴയ മലയാള സിനിമയിൽ ചാകര വന്നേന്നും പറഞ്ഞ് ഓടുന്ന ആളാ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിൽ കുത്തിയിരുന്നുള്ള സിനിമ ഫുള്ളും ഞാൻ കണ്ടു തീർത്തു. കൊറോണയെ കൊല്ലാൻ വാക്സിൻ വന്നേ. എടാ, നിന്നെയൊക്കെ കൊല്ലാനുള്ള വാക്സിൻ വന്നെന്ന്. അങ്ങനെ പൂർണ്ണമായൊന്നും ഞങ്ങളില്ലാതാക്കാൻ പറ്റത്തില്ല. ആ, അത് നിന്നെ തെറ്റിദ്ധാരണ. മോനെ, ഇത് ഇരട്ട ചങ്ങന്റെ നാടാ. സാർ, എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? തിരിച്ചു പോകൂ, ഒന്നു പോകൂ ഓമലാളേ, ചപലമി മോഹം വ്യാമോഹം. അയ്യോ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഓരോ PP കിറ്റ് വിട്ട് മുഖം മറിച്ച് മാസ്കും വെച്ച് ഓടിക്കോ, അതാ നല്ലത്. വന്ദിത, ഞാൻ വന്ദിതയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ സ്കിറ്റിനെ കുറിച്ച് പറയട്ടെ. വിഷയം കൊറോണ, പിന്നെ നിങ്ങളുടെ വരവും എൻട്രിയും എല്ലാം സൂപ്പർ. അപ്പം ആ ചൈനീസ് ഭാഷയിൽ സംസാരിച്ചതും വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അവിടുന്ന് വുഹാങ്ങിൽ നിന്നാണല്ലോ ഇതിൻ്റെ ഉത്ഭവം. അപ്പം അവിടുന്നാണ് നിങ്ങളെ ഡെപ്യൂട്ടി ചെയ്തിരിക്കുന്നത്, കുറെ പേർക്ക് കൊണ്ട് കൊടുക്കണമെന്ന്, ലോകം മുഴുവൻ. പിന്നെ അതിൻ്റെ എൻഡിങ്ങും നന്നായി. കാരണം സഖാവ് പിണറായി വിജയൻ സാർ വരുന്നതും, പിന്നെ ഈ നമ്മുടെ ഈ കേരളത്തിൽ നടക്കത്തില്ല, ഒന്ന് പോകൂ, തിരിച്ചു പോകൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നതും
ഒക്കെ വളരെ ക്ലീൻ ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ സ്കിറ്റ്. ഇതാണ് സ്കിറ്റ്. എടുത്തു പറയുന്നില്ല, നിങ്ങളെല്ലാവരും നന്നായിട്ട് ചെയ്തു. പിന്നെ വന്ദിത വളരെ സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. നന്നായിട്ട് പാടുകയും ചെയ്തു. വെരി ഗുഡ്. പാടിയതിൽ എല്ലാം നന്നായിരുന്നു. ഇടയ്ക്കൊന്നും എടുക്കാൻ വിട്ടുപോയി, സാരമില്ല, അത് പോയി. എന്നാലും ഈ ഒരു സ്ഥലം ഒന്ന് പാടിത്തരൂ. ചേട്ടന് ചുണ്ടലിവാലൻ മീശ. കണ്ടാൽ നല്ല തമാശ, ചേട്ടന് ചുണ്ടലിവാലൻ മീശ. കണ്ടാൽ നല്ല തമാശ, ചേട്ടന് ചുണ്ടലിവാലൻ മീശ. ഇത്തിരി മീശേ മുഖവും കണ്ടിട്ടിന്നേ ചേച്ചിക്കൊരാശ, മൂപ്പരെ ഇന്നേ ചേച്ചിക്കൊരാശ. ആ നോട്ട് നേരത്തെ വന്നപ്പോഴത്തേക്ക് കുറച്ചൊന്ന് വിട്ടു നിന്നു. ആ എന്താണ് എക്സ്പ്രഷനും പാട്ടും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നത്. ടോട്ടലി ഇറ്റ് വാസ് വെരി ഗുഡ്. നല്ല കണ്ണിനും കാതിനും തേന്മഴ പൊഴിയിച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു നിങ്ങളുടേത്. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. വന്ദിത, മോളുടെ ഇന്നത്തെ മൊത്തം പാട്ടും അതിലുള്ള മെസ്സേജും എല്ലാം അങ്കിൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, പറയാനില്ല. മോളുടെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായത് മോൾക്ക് പെർഫോമൻസ് കൂടെ ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ എനർജിയാണ് അല്ലേ, കയറി അടിച്ച് പൊളിക്കാൻ. മോളെ ആരാണ് കൂടുതലും ട്രെയിൻ ചെയ്യുന്നത്? മോള് തന്നെ എക്സ്പ്രഷൻ ഇടുകയാണോ അല്ല ഇവരൊക്കെ വന്നിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അമ്മ കുറെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാരും കൂടി വന്നപ്പോ കുറച്ചും കൂടി എനർജി കൂടി. ഓക്കെ, ഇവരെല്ലാവരെയും കാര്യം പറയുകയാണെങ്കിൽ ഈ അമ്മയും മോളും തമ്മിൽ വേറൊരു കെമിസ്ട്രി കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഹെയർ സ്റ്റൈലും രണ്ടുപേരും നിൽക്കും. മോള് വേണ്ടാന്ന് പറയുന്നത് ഐശ്വര്യ ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് ഇതൊക്കെ ഇട്ട് വരുമ്പോ ശരിക്കും ഒരു വലിയ പെണ്ണ് പോലെ തന്നെ ഇരിക്കുന്നത്. അത് മാത്രല്ല ഒരു മുഖഛായം കൂടി ഉണ്ട് അമ്മയ്ക്കും മോൾക്കും. അതെ അതെ, അതാ ഞാൻ പറഞ്ഞ ഒരുപക്ഷെ ഹെയർ സ്റ്റൈൽ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. തലയോട് ഒട്ടി വെച്ചിട്ട് ഇങ്ങനെ മുടി ഫേസ് കട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് കൂടി നിപ്പേനെ നിങ്ങളെല്ലാം കൂടി അങ്ങ് ഒതുക്കി കളഞ്ഞില്ലേ. നിപ്പ കൂടി വേലയില്ലാണ്ടായി പോയി കൊറോണ വന്നു കഴിഞ്ഞപ്പോ. ഓവറോൾ വന്ദിത മോൾ സൂപ്പർ ആയിട്ടുണ്ട്. അത് നല്ല ഇഷ്ടപ്പെട്ടു. വന്ദിത, എന്തൊരു കൊറോണ കോസ്റ്റ്യൂമായത്. അടിപൊളി, ഒരു വളരെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ള ഒരു സ്കിറ്റാണ്. ആൻഡ് ഐശ്വര്യ സത്യത്തിൽ കാണാൻ വളരെ പ്രായം കൂടി. എന്തൊരു മേക്കപ്പ് അല്ലേ. അതാ അത് തൊട്ടടുത്ത് മോൻ, അവന്റെ മേക്കപ്പും അടിപൊളിയല്ലേ. ഹെയറും അത് ഓസം മേക്കപ്പ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പാട്ടിനെ കുറിച്ച് ഇത് വളരെ ഒരു ക്യൂട്ട് സോങ് ആണ്. അത്രയ്ക്കും കോംപ്ലിക്കേഷൻസ് ഉള്ള സോങ് അല്ല, പക്ഷെ അത് ക്ലീൻ ആയിട്ട് പാടി. അഫ്കോഴ്സ് നമ്മുടെ ഹെഡ് വോയിസിന്റെ ഇപ്പോഴും കുറച്ച് പ്രശ്നമുണ്ട്. അവിടെ മുകളിൽ പാടുമ്പോൾ കുറച്ച് ഒരു വീക്ക്നെസ് ഉണ്ട്. പക്ഷെ അത് ചരണത്തിൽ നല്ലോണം മാനേജ് ചെയ്തു. അനുപല്ലവിയിൽ അത്രത്തോളം അല്ല, എന്നാലും വളരെ ക്ലീൻ ആയിരുന്നു പ്രസന്റേഷൻ. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം വന്ദിത, ഒരു പുതിയ വന്ദിത. എന്തായാലും മൊത്തത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസ് വളരെ നന്നായിരുന്നു കേട്ടോ. നന്നായിട്ട് പാടി. ഇടയ്ക്ക് ആ വിട്ടുപോയതല്ലാതെ പിന്നെ അത് കൂടാണ്ട് ചരണത്തിന് അനുപല്ലവിയിലും ശ്രീകുട്ടനങ്ങളെ സൂചിപ്പിച്ചു. അതല്ലാതെ വേറെ പ്രശ്നമൊന്നും തോന്നിയില്ല. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. എല്ലാവരുടെയും പെർഫോമൻസ് സൂപ്പറായിരുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് ലാലേട്ടൻ ഇരുവറിൽ അഭിനയിച്ചില്ലേ, ആ ലാലേട്ടൻ അഭിനയിച്ച സിനിമയിലെ പാട്ടാണ്. நான் அழைத்தால் மலைகளும் நதியும் கடல்களும் ஊருக்குள் ஊர்வலம் நடக்கும். இந்த உலகம் கதவடைத்தால் எட்டி உதைப்பேன், அது திறக்கும். குனிந்த உள்ளம் துணிந்து விட்டால் ஏழைக்கும் மெல்ல மெல்ல சொர்க்கம் பிறக்கும். ஆயிரத்தில் நான் ஒருவன், நீங்கள் அழைத்தால் படைத்தலைவன். நான் நினைத்தால் நினைத்தது நடக்கும். நடந்த பின் ஏழையின் பூமுகம் சிரிக்கும். நான் அழைத்தால் மலைகளும் நதியும் கடல்களும் ஊருக்குள் ஊர்வலம் நடக்கும். അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുസൃതി ചോദ്യം അറിയാവോ? അറിയോ? എനിക്കറിയാം. എന്നാ ചോദിച്ചോ. ഒരു ആനയും ഉറുമ്പും കൂടിയിട്ട് ഒരു ചെരുപ്പ് വാങ്ങാൻ ഒരു കടയിൽ ചെന്നു.
ആനയുടെ ബില്ലിനെക്കാട്ടും കൂടുതലായി പോയി ഉറുമ്പിന്. എങ്ങനെ? അതിനായിട്ട് ബില്ലിനെക്കാളോ? എടി പറയല്ലേ, പറയല്ലേ മോളെ, പറയല്ലേ. അല്ലല്ല, ഞങ്ങള് പറയട്ടെ. ഉറുമ്പിന് കൊറേ കാലുണ്ട്. തോനൊക്കെ ആനയ്ക്ക് 4 കാലേ ഉള്ളൂ. ഉത്തരം അതിനെക്കാട്ടും നിങ്ങൾ കൂടുതൽ കഴിഞ്ഞോ? പറയാ. ഇതെന്താണ്? അത് കൊള്ളാം. വന്ദിതയ്ക്ക് ഇന്ന് അങ്കിള് തരുന്നത് 8.75 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. വന്ദിത ഓ പിടിച്ചു ഒരെണ്ണം കൂടി 8.75. താങ്ക് യു സർ. വന്ദിത ഓ പിടിച്ചു ഓരോന്നും കൂടി 8.75. താങ്ക് യു മാം. So you got 26.25 out of 30. താങ്ക് യു സർ. And that means മോൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് A Extreme. താങ്ക് യു സർ. അടി ഒരു ആയുരാരോഗ്യം പോകട്ടെ. Congratulations, you are awarded A Extreme. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ പ്രേക്ഷകര് പാട്ടും പെർഫോമൻസും ജഡ്ജ്മെന്റും ഒക്കെ കേട്ടു. ഇനി പ്രേക്ഷകരുടെ സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. എല്ലാ ചക്കരാസും ടാറ്റാ, ഓൾ ദ ബെസ്റ്റ്, ടാറ്റാ, ബൈ ബൈ, ഓടിക്കോ. സ്വരമാധുരിയുടെ വെണ്ണില ചന്തം പകർന്ന കൊച്ചുപാട്ടുകാരി ആൻകുട്ടി. വെൽക്കം ആൻഡ് ബെൻസൺ ഓൺ സ്റ്റേജ്. പുഷ്പിച്ചു നിൽക്കണല്ലോ. എന്തോ ഏത് പാട്ടാണ്? താമരക്കുമ്പിളല്ലോ മമ ഹൃദയം എന്ന സോങ്ങാണ്. വീണ്ടും ജാനകിയമ്മ. ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടല്ലേ. സംഗതി, ശ്രുതി, താളം, ലയം, ഭാവം, ഇതെല്ലാം ഒത്തു കിട്ടട്ടെ. ഗോഡ് ബ്ലസ് യു. ആൻകുട്ടി എന്തോ അവസാനം ആ മീശയും താടിയൊക്കെ മാറ്റി ഒരു പെൺകുട്ടിയായിട്ട് വന്നല്ലോ. എനിക്ക് അത് കണ്ടപ്പോ തൊട്ടിട്ട് ഇനി ആ പഴയ ആന ഒന്ന് കണ്ടാലേ അത് മറക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു. അപ്പോൾ ഇത് എടുത്ത പാട്ടും നല്ല ചലഞ്ചുള്ള പാട്ടാണല്ലേ. എന്തായാലും മോള് നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള പാട്ടെടുത്ത് നന്നായിട്ട് തന്നെ ചെയ്യുമെന്ന് ഉള്ള പ്രതീക്ഷയുണ്ട്. ബെസ്റ്റ് വിഷസും തരും. താങ്ക് യു അങ്കിൾ. ഈ പൂക്കൾ പോലെ തന്നെ വളരെ ബ്ലോസം ചെയ്ത് ഇന്ന് നല്ലോണം പാടാൻ കഴിയട്ടെ. താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ് ആൻ. താങ്ക് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ദേവാ 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 താമര
എനിക്കെന്നും പൂ കൊടുക്കാനേ ഉള്ളൂ സമയം. ആൻകുട്ടി, ഒരു പോയിന്റ് പോലും എനിക്ക് പറയാനില്ല. അതായത് ഇത്രയും പെർഫെക്ഷനോട് കൂടി ഒരു ലൈവ് സ്റ്റേജിൽ നിന്ന് പാടുന്ന അപൂർവം ചില വ്യക്തികളിൽ വിരലിലെണ്ണാവുന്ന ഒരു 5 പേര് എന്ന് വെച്ചു, അതിനകത്ത് ഒരാളാണ് ആൻ ബെൻസൺ. ഞാൻ കണ്ടിട്ടുള്ളതിൽ എൻ്റെ 42 വർഷത്തെ ഫിലിം വേൾഡിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടും ഞാൻ പൊതുവേദികളിൽ ഉള്ള പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ടും ഞാൻ കണ്ടിട്ടുള്ള ഒരു 4-5 പേരിൽ ഇത്രയും അധികം പെർഫെക്ഷനോട് പാടുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ ടോക്സിലെ ആൻ ബെൻസൺ. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒന്ന് മനസ്സിരുത്തു, ആൻ ബെൻസൺ നമ്മുടെ ഒരു നിധിയാണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു എങ്ങനെയാണ് ഇത്രയും ഇതായിട്ട് പാടാൻ പറ്റുന്നത്. അപ്പോൾ അത്രത്തോളം ജ്ഞാനം ബ്ലഡിലുള്ളതുകൊണ്ടാണ്, അത് ജ്ഞാനസ്ഥയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ റെൻഡീഷൻ, ബ്യൂട്ടിഫുൾ റെൻഡീഷൻ. ഞാൻ കണ്ണു വയ്ക്കുന്നില്ല. ഗോഡ് ബ്ലെസ് യു. ഓൾ ദി ബെസ്റ്റ്. ആൺകുട്ടി എന്ന പെൺകുട്ടി അടിച്ചു പൊളിച്ചു ഇന്നു. ഒരു രക്ഷയില്ല. മോൾ ഇന്ന് കൊണ്ടുവന്ന പാട്ടില് ശരിക്കും നല്ല ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ഈ പാട്ട് ഇതുമാതിരി സ്റ്റേജിൽ പാടാൻ പറ്റുള്ളൂ. അപ്പോൾ മോള് ഈ പാട്ട് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. പക്ഷെ മോൾ അത് എടുത്തു, അതിവിടെ വിജയിപ്പിച്ചു എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും മോളത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത്. ഈ പാട്ട് ആരാ മോളെ പഠിപ്പിച്ചത്? അമ്മയും ഗ്രൂമേഴ്സും. ഞാൻ കുറേ കേട്ടു. അതിനുശേഷം പിന്നെ ഗ്രൂമിങ് സെഷനിൽ 4 സാറുമാരടുത്തും ചെന്നു. സാറുമാരെല്ലാവരും ഓരോ കറക്ഷൻസ് പറഞ്ഞു തന്നു. എന്നിട്ട് വീട്ടിൽ ചെന്ന് അമ്മയടുത്ത് കേൾപ്പിച്ചു കൊടുത്തു. ഓക്കെ. ഇതുപോലത്തെ പാട്ടുകളിൽ ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാൾ പഠിപ്പിക്കുന്നതിനേക്കാളും നമ്മളിത് കേൾക്കുന്നതിലാണ് കൂടുതലിരിക്കുന്നത്. ഇങ്ങനത്തെ പാട്ടിൻ്റെ ഒളിച്ചിരിക്കുന്ന ഓരോ നിധികൾ എന്ന് പറയുന്നത് അത് മോള് കണ്ടുപിടിച്ചല്ലോ. അതിലാണ് മോൾക്ക് ഏറ്റവും വലിയ അപ്രിസിയേഷൻ. ഓവറോൾ മോളുടെ എഫേർട്ടിനെയാണ് ഇന്ന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഫാന്റാസ്റ്റിക്. ഒരുപാട് അഭിമാനം തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ പല പെർഫോമൻസസ് അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഓരോ പാട്ടും അവതരിപ്പിക്കുന്നു. അതല്ല, എനിക്ക് ഒരു നല്ല സിംഗർ എന്ന് പറഞ്ഞാൽ അവർ ഏത് പാട്ട് പാടിയാലും അങ്ങനെ ശ്രുതി അങ്ങനെ ഒരു നിൽക്കും. അങ്ങനെ ആന് പാടുമ്പം അത് ആ ഒരു ഡിവൈൻ പ്രസൻസ് ആണ് എപ്പോഴും. ഞാൻ ആദ്യം എനിക്ക് തോന്നിയത് ജാനകി അമ്മാൻ്റെ പ്രസൻസ് മുഴുവൻ ഉണ്ടായിരുന്നു എന്ന് പാടിയതിൽ. അപ്പോൾ ജാനകി അമ്മ തന്നെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മൈ ഗോഡ്, ദിസ് ഇസ് അൺബിലീവബിൾ. ബിക്കോസ് ഇത് ലൈവിൽ ഇങ്ങനെ പാടാൻ അത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് പുഷ്പം പോലെ പാടി ഈ പാട്ട്. പിന്നെ അതല്ലാതെ വളരെ സിൻസിയറാണ്. ആ സിൻസിയറിറ്റി നമുക്ക് ഇവിടെ കാണാറുണ്ട്. ദിസ് ഇസ് അബ്സല്യൂട്ട്ലി ഓസം. ഒന്നുമില്ല പറയാൻ. ഐ ജസ്റ്റ് ഫീൽ ഗോഡ്സ് പ്രസൻസ് എവറി ടൈം യു കം ആൻഡ് സിംഗ്. അത്രയാണ് ആ പെർഫോമൻസിന്റെ ഒരു ഇമ്പാക്ട്. ഇതിനെ പാടാൻ പല പാട്ടുകളും നമ്മൾ പാടിയിട്ടുണ്ട് ഈ ബീം പ്ലാസിലും മാബേരിയിലും. പക്ഷെ ഞാനൊരു തമിഴ് ഡിവോഷണൽ സോങ് ആണ്. എപ്പടി പാടിനരോ അടിയാർ അപ്പടി പാടനാൻ ആസை கொண்டேன் ஜீவனே. எப்படி பாடினரோ அடியார் அப்படி பாடனான் ஆசை கொண்டேன் ஜீவனே. எப்படி பாடினரோ. അപ്പോ എപ്പോഴും ആ ദൈവികം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ആൻകുട്ടി, കാലയ്ക്ക് മോളെ, ഈ പാട്ട് ആ മൈക്കിന്റെ കൂടെ കൈ പിടിച്ചിരിക്കുന്ന സാധനം എന്താ? പുഷ്പം പോലെ പാടി. പിന്നെ ഇതിൽ ഓരോ സംഗതികളും ആ ഉടുപ്പിലുള്ളത് എന്താന്ന് പറഞ്ഞേ? പുഷ്പം പോലെ പാടി. ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല, എല്ലാം വളരെ മനോഹരായി കേട്ടോ. എന്തായാലും മോളുടെ ആ ഇമ്പ്രൂവ്മെന്റ് അതൊരു 1.5 ഇമ്പ്രൂവ്മെന്റ് ആണ്. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരിക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. ഈ കുഞ്ഞു പ്രായത്തിൽ ഇങ്ങനെ ഈ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ
ആൻ ഒരു സംഭവം തന്നെ. താങ്ക് യു. ഓക്കെ, ജാനകിയമ്മയുടെ ശബ്ദം പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇടയ്ക്ക്. അതെ അതെ. താങ്ക് യു. ഞാനും അനുവും കൂടി ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും കലക്കി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അത് എനിക്കൊരു ടെൻഷൻ, ഈശ്വര ഇനി ഉള്ള വിബ്രാറ്റവും കൂടി ഒന്നും ഇല്ലാണ്ട് സ്ട്രെയിറ്റ് ആയി പോയോ. പക്ഷെ അവസാനം വന്നപ്പോ ഇട്ട് കുറച്ച് അതാണ്. അപ്പൊ അന്ന് അങ്കിള് പറഞ്ഞിരുന്നില്ലേ, ഇത് ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസത്തിലോ അല്ല, ഓവർ എ പീരീഡ് ഓഫ് ടൈം. അത് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു 3 മാസത്തോളായി. ഇപ്പൊ മോള് കറക്റ്റ് അന്ന് ഞാൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്തോ അത് മോൾ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചില്ലേ, അതിനാണ് മോൾക്ക് ഏറ്റവും വലിയ അപ്രിസിയേഷൻ. ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് നേരത്തെ ദീപ് പറഞ്ഞു, അതിൻ്റെ വേർഡ് ഞാൻ ഫുൾഫിൽ ചെയ്യാണ്. കേൾവി ജ്ഞാനം. സംഗീതം പഠിക്കുന്ന അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കുട്ടിക്ക് വേണ്ടത്. അത് ഒന്നും പഠിക്കാതെ തന്നെ നമ്മൾ കുറേ പ്രാവശ്യം ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പാടും. അതാണ് കേൾവി ജ്ഞാനം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ജാനകിയമ്മ. പാട്ട് പഠിച്ചിട്ടില്ല. അതെ. SPB സാറ് പാട്ട് പഠിച്ചിട്ടില്ല. അവർക്ക് കേൾവിജ്ഞാനാണ്. ഓക്കെ, അപ്പോൾ മാർക്ക് പറയട്ടെ. 10 out of 10. താങ്ക് യു അങ്കിൾ. മോൾക്ക് ദീപക് അങ്കിൾ തരുന്നു 10 out of 10. താങ്ക് യു അങ്കിൾ. ഞങ്ങളും ഒരുമിച്ച് തരുന്നു 10 out of 10. താങ്ക് യു. താങ്ക് യു മാം. തെറ്റെങ്കിലും ഒരു 100 out of 10 തരാം. പക്ഷെ only 10 ഉണ്ട് നമ്മുടെ കയ്യിൽ. So you got the full marks. 30 out of 30. താങ്ക് യു അങ്കിൾ. ആനന് ആദ്യമായിട്ടാണോ 30 out of 30 കിട്ടുന്നത്? അല്ല, കഴിഞ്ഞ പ്രാവശ്യം മുമ്പേ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഒരു പുതുമയല്ല. ശരി, എന്നാലും ഈ പാട്ടിന്ന് കിട്ടുന്നത് വലിയ. അതെ 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 അതെ. മോൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്നത് A golden crown. ആദ്യൊരു സ്റ്റുഡിയോ പൂക്കുറ്റി. Congratulations, you are awarded a golden crown. അപ്പൊ നമ്മുടെ പ്രേക്ഷകര് പാട്ടും പെർഫോമൻസും ജഡ്ജ്മെന്റും ഒക്കെ കേട്ടു. ഇനി പ്രേക്ഷകരുടെ സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഈ പൂക്കൾ പോലെ തന്നെ വളരെ ബ്ലോസമായി ഇന്ന്. താങ്ക് യു. അല്ലേ? സൂപ്പർ. താങ്ക് യു. പാൻകുട്ടി, ഗോ ടു ദ സ്റ്റുഡിയോ. ഹേതാലോലം തുമ്പിപ്പെണ്ണാടേ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? കാതോരം കന്നിക്കുറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ? പാട്ടിന്റെ കുറുമ്പ് കൂട്ടിൽ ചിരിച്ചന്തം ഒരുക്കാൻ മഞ്ചേരിയിൽ നിന്നും ശ്രീദേവ് എത്തുന്നു. വെൽക്കം ശ്രീദേവ് ഓൺ സ്റ്റേജ്. സലാം അലൈക്കും. വലൈക്കും സലാം. എന്തുകൊണ്ടായി ഈ വേഷം? ഞാൻ പാട്ട് പാടുമ്പോഴുള്ള കോസ്റ്റ്യൂം. ഏത് പാട്ടാ? മാപ്പിള പാട്ടാണോ? ആ. ഏത് പാട്ട്? ആറ്റുവഞ്ചി കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടു. എന്നെ കണ്ടോ? എന്നെ കണ്ടോ അവിടെ? അന്നല്ല, ഇന്നും കാണുന്നുണ്ടല്ലോ. നീ എന്തിനാ ഈ കടലിൽ പോയത്? കാറ്റ് കൊള്ളാൻ. കാറ്റുകൊള്ളാൻ വേറെ എവിടെയൊക്കെ പോവാം, ബീച്ചിൽ പോവാമല്ലോ. എന്തിനാണ് അവിടെ പോയി പെണ്ണെ നോക്കിയത്? അക്ഷരം പറയാ അതിന്റെ വാക്കുകൾ. ആറ്റുവഞ്ചി കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോൾ പാട്ട് വന്നത് പവിഴ ചുണ്ടിൽ പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്. അതാണ് പറഞ്ഞത്. നീ ആറ്റിന്റെ സൈഡിൽ പോയി കാറ്റുകൊള്ളാൻ നിന്നപ്പം അവിടെ ഒരു പെണ്ണ് എന്ത് ചെയ്തോണ്ടിരുന്നു? അലക്കിക്കൊണ്ടിരുന്നു. അവിടൊക്കെ പോകരുത് മോനെ. എങ്ങനെ? അതൊക്കെ തെറ്റാണ്. പിന്നെന്തിനാ യേശുദാസ് സാർ അങ്ങോട്ട് പോയേ? അത് ശരിയാണ്, അതാണ് കറക്റ്റ്. ദാസേട്ടൻ എന്തിനു പോയെന്നാണ് അവൻ അറിയണ്ടത്. അതുകൊണ്ടല്ലേ ഞാനും പോയേ. എന്റെ വായ അടച്ചു കളഞ്ഞു ചേട്ടാ, കാരണം ഒന്നും പറയാനും വയ്യ. എങ്ങനെയുണ്ട്? ആദ്യത്തെ ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ കാര്യം സെറ്റായി. അതെ, തീർന്നു. പിന്നെ അവൻ ലോക്ക് ഇട്ടു. അവൻ പിടിച്ചത് ദാസേട്ടനെ. അവൻ പറയാൻ പറ്റുമോ? അത് ചെക്ക്മേറ്റ്. മോനെ, കളി അവിടെ വെച്ച് നിന്നു. ഇനി പാട്ടിലേക്ക് കിടക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ആറ്റുവഞ്ചി കടവിൽ വെച്ച്
ശ്രീകുട്ട, എന്തോ രസകരമായിരുന്നു കേട്ടോ നിന്നെ കാണാനും. എന്താണ് ആ ഡ്രസ്സും പിന്നെ ആക്ഷൻസും 12K വിസ്താരയിലുള്ള ആ കടവും വെള്ളവും ഒരു വട്ടിയില്ലേ, വട്ടിവഞ്ചി, എന്താ വട്ടിയാ? കൊട്ട പോലെ ഇരിക്കുന്ന ഒരു സാധനം ഇല്ലടാ. അതുപോലെ ഒരുപാട് എന്താണ് ഫിഷർമാൻസ് ഉണ്ട് അതിനകത്ത് ഫിഷ് പിടിക്കുന്നത്. ഞാൻ മിക്കവാറും കാണാറുണ്ട്. ഒരു സീസണിൽ അവര് എനിക്ക് തോന്നുന്നു ബംഗാളോ അങ്ങനെ ഏതോ ഏരിയ നിന്നാണ് അവർ വന്നിട്ട് നമ്മുടെ കൊച്ചി കായലിൽ വന്ന് ഒരു 10, 40, 50 ഫാമിലി കാണും. അവർ ഈ അക്കച്ചക്കമായിട്ട് വലയിട്ട് പോകും ഇങ്ങനെ ഈ വെള്ളത്തിൽ ഇങ്ങനെ തുഴഞ്ഞു ഫാമിലി ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. പാട്ട് ഗംഭീരം കേട്ടോ, സൂപ്പർ. താങ്ക് യു സർ. നല്ല തുറന്ന് പളുങ്ക് പോലെ പാടി. താങ്ക് യു. എല്ലാ സ്ഥലവും നന്നായിരുന്നു. ഒരൊറ്റ സ്ഥലം മാത്രം അങ്കിളിനൊരു സംശയമുണ്ട്. അതാണ് ഇപ്പം ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തൊന്ന് ചെക്ക് ചെയ്തത്. ഞാൻ ആ പാട്ട് കേട്ടായിരുന്നു. കേട്ടല്ലോ. അപ്പൊ ഏതാണ് ആ സ്ഥലം? പാതി നിർത്തിയതെന്താണ്? എങ്ങനെയാണ് ഒന്ന് പാടി വന്നേ. ആറ്റുവഞ്ചി കടവിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോൾ ഒരു ജമ്പുണ്ട് മോനെ. ദാസനല്ലേ പാടിയത്? നീ നേരത്തെ ദാസനെ പറഞ്ഞ എന്റെ വായടച്ചില്ലേ? അപ്പൊ അതുപോലെ പാടും. അന്നു നിന്നെ ഞാൻ കുലുങ്ങാനല്ലേ പറഞ്ഞത്. അന്നു നിന്നെ ഞാൻ കണ്ടപ്പോൾ അത് പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ പാതി നിർത്തിയതെന്താണ്? എന്താണ് പാതി നിർത്തിയത്? മോൻ എല്ലാ സ്ഥലത്തും പിന്നെ അത്രക്കായോ? അങ്കിള് നല്ലത് പറയാൻ ഇങ്ങനെ വരും. അങ്ങനെ ഒളിഞ്ഞു നോക്കി പുതിയ കഥ പറഞ്ഞ എന്താണ് അത് പാടും. വിരുന്നു വന്നപ്പോൾ അറയിൽ നിന്നും വിരിഞ്ഞ താമര കണ്ണാലെ ഒളിഞ്ഞു നോക്കി ഒരു പുതിയ കഥ പറഞ്ഞതെന്താണ്? കഥ പറഞ്ഞതെന്താണ്? കറക്റ്റായി. ഞാൻ ആര്യ. അങ്ങനെയാണ് അടുത്ത പാട്. പെനാൽറ്റി കൊണ്ട് നിനക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഈ സ്ഥലം കുറച്ചുകൂടി നല്ലോണം വരാം. ഒരു പ്രാവശ്യം കൂടി. ഇപ്പൊ പാടി. അത് അനുമാമിന്റെ പെനാൽറ്റി. വിരുന്നു വന്നപ്പോൾ അറയിൽ നിന്നും വിരിഞ്ഞ താമര കണ്ണാലെ കുലിനിയുടെ സംഗതി വരത്തില്ലടാ. വിരിഞ്ഞ താമര അത് കറക്റ്റായിട്ട് വിരിഞ്ഞ താമര കണ്ണാലെ ഒളിഞ്ഞു നോക്കി ഒരു പുതിയ കഥ പറഞ്ഞതെന്താണ്? കഥ പറഞ്ഞതെന്താണ്? അവൻ എല്ലാത്തിനും അവനും ദേഹം പിടിച്ചാലേ അവന് സാധനം വരുന്നുണ്ട്. ചാടിയൊക്കെ പിടിക്കും. ഇപ്പൊ എന്താ ഞാൻ ആരാന്ന് ഇനി പറയൂ? ഞാൻ ആര്യ. അപ്പൊ ഒരു കാര്യം അടുത്ത നാട്ടിലൊക്കെ പാട്ടിൽ എന്നെ പിടിച്ചു വെച്ചത് നാട്ടിലൊക്കെ പാട്ടായി. പട്ടു തട്ടവും ഇട്ടൊരു നാൾ കൂടെ വരൂ കൂട്ടായി. ഏകദേശമായി. ഇനി ഒന്നുകൂടെ പറ ഞാൻ ആരാന്ന്. ഞാൻ ആര്യ. ഇത് ഫുള്ളായിട്ട് ഒന്നുകൂടെ പാടിയത്. ഇവിടുന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്ന പോലെയല്ല പാട്ട് നന്നായിട്ട് പഠിക്കണം. ഒരു പ്രശ്നമില്ല, എന്ന് വന്നാലും എന്റെ മണ്ടയ്ക്ക. ശരിയെന്നാ അവിടെ നിന്നോണം കേട്ടല്ലോ. നീ പിന്നെ എന്തോ ശ്രീദേവ്, എന്തോ മോന്റെ പാട്ട് സെലക്ഷൻ നല്ലതായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും എല്ലാം മോൻ വരുമ്പോഴും മോൻ പാട്ട് പഠിക്കുന്ന രീതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്യൂൺ തെറ്റായി പഠിച്ചിട്ട് വരും. ആ പഠിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ മോൻ അത് കറക്റ്റായിട്ട് പാടും. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടുന്ന് കറക്റ്റ് ചെയ്തു എന്നുള്ള കാര്യം ശരിയാ. പക്ഷെ ഇവിടെ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള പാട്ടിൻ്റെ മാർക്കാണ് വീഴുന്നത്. അപ്പം ഈ കറക്റ്റ് ചെയ്യുന്നത് ഓൾറെഡി മോൻ പുറത്തുനിന്ന് കറക്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാർക്ക് കൂടുതൽ കിട്ടും. അല്ലാതെ ഇവിടെ തെറ്റ് വന്ന് പറഞ്ഞു ഡയലോഗ്സ് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് മാർക്ക് കിട്ടില്ലല്ലോ. 2 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ മോൻ ഇങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിൽ ആ 2 മാസം വെറുതെ മാർക്ക് കുറഞ്ഞിട്ട് ഓടണോ? വിത്ത് നല്ല മാർക്ക് തന്നെ ആയിക്കൂടെ? അപ്പം നെക്സ്റ്റ് ടൈം മോൻ അത് ഗ്രൂമേഴ്സിൻ്റെ അടുത്താണെങ്കിലോ മോനെ ആരാ പാട്ട് പഠിപ്പിക്കുന്നത് ഒരു സംഗതി ആണെങ്കിൽ തന്നെ അത് കറക്റ്റായിട്ട് പഠിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മധു അങ്കിളും MG അങ്കിളും അനു മാമും എല്ലാം കറക്റ്റായിട്ട് മോന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. മോനെ കുലുക്കി എടുത്തിട്ടാണെങ്കിൽ മോനത് എടുക്കുന്നുണ്ട് സംഭവം പുറത്ത്. ശരിയല്ലേ? അപ്പം അത് മോൻ ഒന്ന് നെക്സ്റ്റ് ടൈം കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പാട്ടിൽ തന്നെ
പിടിച്ചു വെച്ചത് ലാസ്റ്റ് പാടിയില്ലേ മോൻ? അതൊന്ന് പാടിയേ. ഹമ്മിങ്. ഹമ്മിങ്, അതിലൊരു ഹമ്മിങ് ഉണ്ടല്ലോ. പാട്ടിലെന്നെ പിടിച്ചു വെച്ചത് നാട്ടിലൊക്കെ പാട്ടായി. ആ അപ്പൊ അത് ഈ പാട്ടായിയുടെ ഈ ആണ് പിന്നെ അത് ഹമ്മിങ് ആയി മാറുന്നത്. അപ്പൊ അത് മോൻ അത് പാടുമ്പം അത് കട്ട് ചെയ്ത് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇടുന്നത്. അപ്പൊ അതിനൊരു അഭംഗിയുണ്ട് കാണുമ്പം. കട്ട് ചെയ്തിട്ടാണ്, പക്ഷെ എല്ലാത്തിനും നീ യേശുദാസ് സാറിനെ പറയേണ്ടതൊക്കെ പറയല്ലോ. അമേരിക്കയിൽ തുമ്മുണ്ടാവും. അത് മോൻ ആദ്യം MG അങ്കിളുടെ അടുത്ത് പറഞ്ഞു, അത് ഓക്കെ. എല്ലാത്തിനും അത് ദീപക് അങ്കിളുടെ അടുത്ത് ഓടൂല കേട്ടോ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് യേശുദാസ് അങ്കിള് പാടിയതുപോലെ അല്ല വാവക്കുട്ടി ഇവിടെ പാടിയത്. മോൻ പാടുന്ന സമയത്ത് പാട്ടായി ബ്രേക്ക് ഉണ്ട്, രണ്ടുപേര് പാടിയതിൽ ബ്രേക്ക് ഉണ്ട്. പക്ഷെ മോൻ ആ ബ്രേക്ക് ചെയ്തിട്ട് പാടുന്ന സമയത്ത് പാട്ടായി എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന സമയത്ത് അത് ഒരു മ്യൂസിക്കലായിട്ട് വരുന്നില്ല, അത് ചേർത്ത് വരുന്നത് അത് ഒഴുക്കിൽ വരണം. അപ്പോൾ ഈയോ ഊ ആണെങ്കിലും എല്ലാത്തിനും ഒരു ഭംഗി ഉണ്ടാവും. മോൻ പാടുമ്പോൾ എല്ലാത്തിലും മോൻ ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ മോൻ ഹ്യൂമറിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. കോമഡി ആദ്യം വന്ന് രണ്ടാമത് പാട്ട് എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്. അതല്ല, പാട്ടും കോമഡിയും ഒരുമിച്ച് വേണം, അപ്പോഴാണ് ടോട്ടൽ പാക്കേജ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഈ തവണ മോന്റെ പാട്ട് ഇസ് നോട്ട് അറ്റ് ഓൾ ബാഡ്, നൈസ്. പക്ഷെ മോൻ കുറച്ചും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തരാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എല്ലാം മനസ്സിലായല്ലേ? ഇവിടെ ഈ ഉണ്ടായിരുന്നു, അവിടെ ഒരു ആദ്യം ഒരു ഓ ഉണ്ടായിരുന്നു അല്ലേ? നുള്ളുമ്പോൾ അല്ലേ? മുമ്പിലുള്ള ഹമ്മിങ് മുമ്പില് തുളസി വെറ്റില ഒന്ന് പാടിയേ. അതൊന്ന് പാടിയേ. തളിരുമരം ചോട്ടിൽ വെച്ച് തുളസി വെറ്റില നുള്ളുമ്പോൾ അത് തന്നെയാണ്. പക്ഷെ എന്താണ് ഇത് ആദ്യം തന്നെ പാടാതിരിക്കുന്നത്? അത് തന്നെയാണ് ഇപ്പൊ പാടിയല്ലേ? പക്ഷെ ആദ്യം പാടിയപ്പോ അങ്ങനെ പാടിയില്ലല്ലോ, അതെന്തുകൊണ്ടാ? ഓർമ്മ കിട്ടിയില്ലായിരിക്കും. അത്ര പ്രായം കൂടി പോയോ? ഇപ്പൊ പാടിയത് നീ ആരാ നീ ശരിക്കും? ആരാ നീ? അപ്പൊ ഇനി ദീപക് അങ്കിൾ പറഞ്ഞതുപോലെ തന്നെ എനിക്കും തോന്നുന്നു ഇവിടെ പറയുമ്പോ കറക്റ്റാ എല്ലായിട്ട് കറക്റ്റ് പിടിച്ച് പാടുന്നു അല്ലേ? കറക്റ്റാ. അപ്പൊ പക്ഷെ ഇത് ആദ്യം തന്നെ ചെയ്യാമായിരുന്നു അല്ലേ? അല്ലേ? അപ്പൊ മാർക്ക് കൂടുതൽ കിട്ടുമല്ലേ? കിട്ടുമല്ലോ. അപ്പൊ നെക്സ്റ്റ് ടൈം ഇവിടെ വരുന്ന മുമ്പ് എന്ത് ചെയ്യണം? കുറച്ചുകൂടി ഗ്രൂമേഴ്സോട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് സംഗതികൾ കേട്ട് പഠിച്ച്, ബിക്കോസ് അത്ര കഴിവുണ്ടല്ലോ. ആരാ നീ അല്ലേ? അപ്പൊ പിന്നെ ഒരു സംഗതി പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് പാടുന്ന ഒരു കുട്ടിയല്ലേ? അപ്പൊ ഇനി അങ്ങനെ ചെയ്യണം. ഉറപ്പായിട്ടും ചെയ്യും. ഉറപ്പായിട്ട് ചെയ്യും. അപ്പൊ വിടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ശ്രീദേവ് കുട്ട, എന്തോ നല്ല പാട്ടായിരുന്നു. താങ്ക് യു സാർ. നന്നായിട്ട് പാടുകയും ചെയ്തു. താങ്ക് യു സാർ. എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ സ്ഥലങ്ങളാണ്. പാതി നിർത്തിയത് എന്താണ്, വിളിച്ചു നിർത്തിയത് എന്താണ്, നേരത്തെ ശ്രീകുട്ടനങ്ങൾ പാടിപ്പിച്ചില്ലേ? അവിടെയും പിന്നെ ഈ ഹമ്മിങ് ഒക്കെ പാടുമ്പോൾ ദീപങ്ങൾ പറഞ്ഞ പോലെ കുറച്ചൊരു പോളിഷ് ചെയ്യണം അവിടെ. അപ്പൊ എന്താ ഇവിടെ വന്നിട്ട് മാത്രം പാടിപ്പിക്കുമ്പോ കറക്റ്റായിട്ട് പാടുന്നത്? അതിനു മുമ്പ് ആരും പാടിപ്പിച്ചു നോക്കിയില്ലേ? കുറെ വട്ടം പാട്ടൊക്കെ കേട്ടു. എന്നിട്ട് ആരും പറഞ്ഞു തന്നില്ല അവിടേക്ക് ഇങ്ങനെ ശരിയാക്കണമെന്ന്? അമ്മയ്ക്ക് 5 വർഷത്തെ പഠനമേ ഉള്ളൂ, അതുകൊണ്ട് അമ്മയ്ക്ക് അമ്മ മാത്രമാണോ ഈ പാട്ട് പറഞ്ഞു തന്നത്? അല്ല, ഗ്രൂമേഴ്സൊക്കെ പറഞ്ഞു തന്നല്ലോ. എന്നിട്ട് ഇവര് കറക്റ്റ് ചെയ്തില്ലേ ഈ ഭാഗത്തൊന്നും? കുറെ വട്ടം കറക്റ്റ് ചെയ്തു. വെറുതെ ഇവിടെ എത്തുമ്പോ എന്റെ കയ്യും കാലും വിറയ്ക്കും. ഇവിടെ എത്തുമ്പോ കയ്യിന്ന് പോകും. അപ്പൊ എന്തായാലും അങ്ങനെ പോവാൻ പാടില്ല. ഇവിടെ എത്തുമ്പോഴും അതുപോലെ തന്നെ നന്നായിട്ട് പാടണം. എന്നാലല്ലേ ഞങ്ങൾ ഇംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കംപ്രസ് ആയി പോവില്ലേ? അല്ല, മാർക്സ് കംപ്രസ് ആവുന്നു അല്ലേ? കൂടുതൽ കിട്ടുന്നില്ലല്ലോ. കംപ്രസ് എന്ന് വെച്ചാൽ എന്താ? കംപ്രസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചെറുതായി പോവും കേട്ടോ. പക്ഷെ അവന് എല്ലാം അറിയാം. നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറയിക്കണ്ടേ, അതുകൊണ്ടാണ് അവനൊരു സംഗതി അങ്ങനെ ഇടുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ നിശബ്ദരായി പോവും. ഓക്കെ ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. അനുചേച്ചി ക്വസ്റ്റ്യൻ കിട്ടിയോ? ഇത് ഓഫ് കോഴ്സ് ഇത് ഒരു ഓൾഡ് ജോക്കാണ്. ആനയെ പിന്നാലെ തള്ളിന എന്നാകും? ആനയെ പിന്നാലെ തള്ളിന മീൻസ് പുറകില് മീനുട്ടി തള്ളിയ അല്ലേ?
ആനെ പിന്നാലെ തള്ളിന എന്നെ ആകും. എടാ നീ പറയടാ. അവന് കിട്ടിയില്ല. എടാ ദേ അവൻ ഇപ്പോഴും കിട്ടിയില്ല. പറ പറയടാ സത്യവാദ്. പറ. പിന്നൊടിഞ്ഞു പോകും. പിന്നൊടിഞ്ഞു പോവില്ല, ആനയ്ക്ക് വേദനെടുത്തിട്ട് ചവിട്ട് വരും. ശ്രീദേവ്. എന്തോ? ശ്രീദേവിന് അങ്കിള് തരുന്ന മാർക്ക് 7.75. താങ്ക് യു സർ. ശ്രീദേവ്, എന്തോ? ഞാൻ പറഞ്ഞതൊക്കെ ഓർത്തുണ്ടല്ലോ. നെക്സ്റ്റ് ടൈം ശരിയായിട്ട് വരാം. ദീപക് അങ്കിള് തരുന്നു. നാളെ തന്നെ റെഡിയാക്കി കൊണ്ടുവരും. ഓക്കെ. മോൻ നാളെ ഒന്നും വേണ്ട, ഇന്ന് വൈകിട്ട് തന്നെ റെഡി ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. 7.25. താങ്ക് യു സർ. ഞങ്ങൾ തരുന്നു ഒരുമിച്ച് 8 out of 10. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു സർ. So you got 23 out of 30. താങ്ക് യു സർ. And that means മോൻ ഇന്ന് കിട്ടിയിരിക്കുന്നത് A111. താങ്ക് യു സർ. എന്ത് പൂക്കുറ്റി വേണം? സുശാന്തേട്ടൻ പൂക്കുറ്റി മതി. Yeah. Very good, very good. ആടി ഒരു സുശാന്ത് പൂക്കുറ്റി. Congratulations, you are awarded a triple wow. 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 താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രേക്ഷകര് പാട്ടും പെർഫോമൻസും ജഡ്ജ്മെന്റും ഒക്കെ കേട്ടു. ഇനി പ്രേക്ഷകരുടെ സമയമാണ്. എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറി QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. താങ്ക് യു. ബൈ ബൈ. ഏറ്റവും മികച്ച ഗാഡ്ജറ്റ് ലഭ്യമാക്കുന്നതിനോടൊപ്പം കസ്റ്റമേഴ്സിന് മികച്ച സർവീസ് നൽകുന്നതിലും വേറൊരു റേഞ്ചാണ് മൈജി. അതിനായി മൈജി ഒരുക്കുകയാണ് മൈജി കെയർ റിപ്പയറിംഗ് സെന്ററുകൾ. മിതമായ സർവീസ് ചാർജുകൾ, എല്ലാവിധ സുരക്ഷയോടും കൂടിയുള്ള സർവീസാണ് മൈജി നൽകുന്നത്. കൂടാതെ പണം തവണകളായി അടയ്ക്കാനുള്ള വായ്പാ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക രീതിയിലുള്ള സർവീസ് സെന്ററുകളും വിദഗ്ധരായ പ്രൊഫഷണലുകളും മൈജിയുടെ മുതൽക്കൂട്ടാണ്. കൂടാതെ എക്സ്പ്രസ് സർവീസ് ആൻഡ് ഡെലിവറി സൗകര്യവും മൈജി ഒരുക്കുന്നു. സുതാര്യമായ ഗാഡ്ജറ്റ് സർവീസിംഗിനായി നിങ്ങളുടെ അടുത്തുള്ള മൈജി ഷോറൂം സന്ദർശിക്കൂ. മൈജി, സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. ദീപങ്ങളെ, നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ആൻകുട്ടി എന്ന പെൺകുട്ടി. വെൽക്കം ആൻ ബെൻസൺ ഓൺ സ്റ്റേജ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസ് നമ്മുടെ ആൻകുട്ടിയുടെ വകയാണ്. പെർഫോമൻസ് നമുക്ക് ഇപ്പൊ കാണാം. கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டு ஏன் இன்னும் பேசவில்லை, ஆளான ஒரு செய்தி அறியாமலே அலைபாடும் சிறு பேதி நானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் எளமாறும் ஏனோ, வாய் பேசவே வாய்ப்பில்லையே வலி தீர வழின்னோ, கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டு ஏன் இன்னும் பேசவில்லை, ஆளாத ஒரு செய்தி அறியாமலே அலைபாடும் சிறு பேதி நானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் நிலமாறும் ஏனோ, வாய் பேசவே வாய்ப்பில்லையே வலி தீர வழி என்னவோ. Bani
മനി പഗ മാരേ നിസഗമ സഗമ പഗ മമ നി നിസ സ നി നിസ സ നി നിസ ഗ സ നി നിസ ഗ സ നി നിസ ഗ സ ഗ സ ഗ സ നി സ നി മമ പഗ സഗമ പഗ മനി പഗ മാരേ கொதி கொதிக்கும் போலை கொதித்திடும் நீர்க்குமை போல சித்தம் துடி துடிக்கும் போலை எதிர்த்திடும் ஓரிலை போல பனி துளிதான் என்ன செய்யுமா எங்கள் காட்டில் தீ விழும் பொழுது மூங்கில் காடென்று ஆயினல் மாது கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை என் கண்களே பறித்து கொண்டு ஏன் நின்று பேசவில்லை ஆளான ஒரு செய்தி அறியாமலே அலைபாடும் சிறு பேதி நானோ உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் எழமாறும் ஏனோ வாய் பேசவே வாய்ப்பில்லையே வலி தீர வழி என்னவோ ஒரு மின்சார பார்வையின் வேகம் வேகம் உன்னோடு நான் கண்டு கொண்டேன் ஒரு பெண்ணோடு தோன்றிடும் தாபம் தாபம் என்னோடு நான் கண்டு கொண்டேன் இன்னி மறைந்து விட்டேன் இந்த உலகத்தில் நான் இல்லை உன்னை எழுந்து விட்டார் இந்த மலரிலும் தேனில்லை இது கனவா இல்லை நனவா இன்னைக்கு உண்மை தெரிந்தேன் உன்னை பார்த்திந்த தாய்மொழி மறந்தேன் கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை என் கண்களே பறித்து கொண்டு ஏன் இன்னும் பேசவில்லை ஆளான ஒரு செய்தி அறியாமலே அலைபாடும் சிறு பேதி நானோ உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் எழமாறும் ஏனோ வாய் பேசவே வாய்ப்பில்லையே வலி தீர வழி என்னவோ கண்டாளனே எனது கண்ணை நேற்றோடு காணவில்லை என் கண்களை பறித்து கொண்டு ஏன் இன்னும் பேசவில்லை கண்ணாளனே. നൈസ് നൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ. വരുന്നു കിടിലോൽ കിടിലങ്ങൾ മിടുമിടുക്കി ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്